ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CUT ഡ്രസ് കോഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ CUT 2026 ഡ്രസ് കോഡിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാർട്ടാണ് CUTയുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കും, അവിടെ എന്തൊക്കെ അലോ ചെയ്യും, എന്തൊക്കെ അലോ ചെയ്യില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാം. CUT എന്ന് പറയുന്ന എക്സാം നടത്തുന്നത് ND ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് CUT എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ CUT 2025 എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. അതായത് ഓവറായിട്ട് വലിയ ലോഗോസോ കുറേ റൈറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്. ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും കുർത്തീസ്, ടീഷർട്സ് ഒക്കെ വളരെ പ്ലെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിൾ കളേഴ്സും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ധരിക്കാതിരിക്കുക. ലൈക്ക് ഹാഫ് സ്ലീവ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില എക്സാം സെന്റേഴ്സ് അലോ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ സ്ലീവ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഷൂസ് അതുപോലെ തന്നെ സാൻഡൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ടുള്ള സ്ലിപ്പർ. എക്സാം സെന്ററിനകത്ത് എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക ഫുഡ് വെയർസ് അലൗഡ് അല്ല, പക്ഷെ നിങ്ങൾ ഷൂസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോക്സ്, ഷൂസ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് വെയർസ് സെലക്ട് ചെയ്യുക. ഇതായിട്ട് നിങ്ങൾ വാട്ടർ ബോട്ടിൽ ഉള്ളിലേക്ക് അലൗ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റീൽ ബോട്ടിൽസ് അതുപോലെ തന്നെ ലോഗോസ്, ഡിസൈൻസ് ഉള്ള ബോട്ടിൽസ് അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കോ പ്ലെയിൻ കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് മാത്രം ഉള്ളിലേക്ക് എടുക്കുക. ഒരു പെന്നും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസും മാത്രമാണ് അലൗ ചെയ്തുള്ളൂ. പിന്നെ ഉള്ളത് ആക്സസറീസ് ആണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ഇയറിംഗ്സും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ലൈക്ക് മെറ്റൽ ഡിറ്റക്ടർ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ധരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നേ അതൊക്കെ ലൈക്ക് ഊരി വെക്കേണ്ടതാണ്. മെറ്റൽ ആയിട്ടുള്ള ഒരു ഐറ്റംസും നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാമിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈം അതിനൊരു 1 മണിക്കൂർ മുന്നേ നിങ്ങളുടെ എക്സാം സെന്ററിൽ എത്തിയതിനു ശേഷം നിങ്ങൾ അവിടെയുള്ള സ്റ്റാഫ്സ് ഉണ്ടാവും, അവരോട് പറയാം ഇങ്ങനെ ഇന്നതായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാം സെന്ററിലേക്ക് കടത്തി വിടുന്നതായിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ടൈമിന് എക്സാം സെന്ററിൽ എത്താൻ ശ്രമിക്കുക. അതായത് ഇപ്പം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ എത്രയാണോ ടൈം പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ എത്താൻ ശ്രമിക്കുക. അധികവും 2 മണിക്കൂർ മുന്നേ എത്തിച്ചേരാനാണ് പറയുക. അപ്പോൾ 2 മണിക്കൂർ മുന്നേ ആണെങ്കിൽ ആ ടൈമിൽ തന്നെ എത്തിച്ചേരുക. അതിന് എക്സാമിന് മുന്നേ ഒരുപാട് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാനുണ്ടാവും. ആ ടൈം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയി പോകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക.